ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ലാബ് 13 ലിമിറ്റ്സ് ആണ്. സെക്കൻഡ് ഇയറിൽ വരുന്നതാണ്. 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോകളെല്ലാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കമാൻഡ് ടൈപ്പ് ചെയ്യുന്നു. നോക്കി ടൈപ്പ് ചെയ്യാം. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 3x സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 ആൻഡ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 2x പ്ലസ് 1 എന്നുള്ളതാണ് ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഫങ്ഷൻ അങ്ങനെ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഫങ്ഷൻ കിട്ടും. അതിനെൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയിട്ട് 1ലാണ് പറയുന്നത്. 1ലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 2, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 3. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം അല്ല. അതുകൊണ്ട് എന്താണ് ഫങ്ഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് അല്ല. പിന്നെ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാം. ഫങ്ഷൻ അടിക്കുക. ആദ്യം കെ എന്ന് പറഞ്ഞൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. എ ആയാലും കുഴപ്പമില്ല. അപ്പോൾ കെയുടെ പകരം എ ഫങ്ഷനിൽ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഞാനൊരു കോംപ്ലിക്കേഷൻ വരുത്തുന്നില്ല. അതുകൊണ്ടാണ് കെ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. പിന്നെ ഇൻക്രിമെൻറ്റ് 0.1. ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുന്ന ഇഫ് എക്സ് ലെസ് ദാൻ 2 കെ ഇൻറ്റു 3 മൈനസ് എക്സ് സ്ക്വയർ ആൻഡ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 3x മൈനസ് 4. ഓക്കെ, സ്ലൈഡർ വാല്യൂ ആദ്യമേ 2 വെക്കണമെങ്കിൽ വെക്കാം. അത് പറയുന്നുണ്ട് ചോദ്യത്തിൽ. അപ്പോൾ ആദ്യം എന്തായാലും ടൈപ്പ് ചെയ്യുക, ഫങ്ഷൻ ടൈപ്പ് ചെയ്യുക കൃത്യമായിട്ട്. മുന്നേ ചെയ്യണമെങ്കിൽ ചെയ്യാം, വൈകി ചെയ്യാം, എന്തായാലും ചെയ്യണം. ചോദ്യങ്ങൾ കൃത്യമായി വായിച്ചിട്ട് അഭിപ്രായം അനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫങ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും 2ൽ LHL -1ഉം RH 2 ആണ്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ഒബ്സർവ് ചെയ്തിട്ട് LHL RH at 2 ചെയ്യുക. പിന്നെ സ്ലൈഡറിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഫങ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യിക്കുക. at 2ൽ എക്സിസ്റ്റ് ചെയ്യിക്കുക. അപ്പോൾ കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ -2 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് വെൻ കെ ഈക്വൽ ടു -2 ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റും. ഇനിയുള്ള പരിപാടി 2 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു ഉടായ്പ പരിപാടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്ന് പറഞ്ഞ പേര് മാറ്റും. പിന്നെ എനിക്ക് ഒരെണ്ണം ചെയ്താൽ മതി. എന്തായാലും ഒരെണ്ണത്തിന് പണി ചെയ്യണം. ഓക്കെ, ആദ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി പേര് മാത്രം മാറ്റിയെടുക്കുന്നു. അപ്പോൾ 2 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. എക്സ് ആക്സിസിലെ മാർക്കിങ്സ് π/2ൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റണം. ഞാൻ തൽക്കാലത്തേക്ക് മാറ്റുന്നില്ല, കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ഗ്രാഫിക്സ് വ്യൂവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഗ്രാഫിക്സിൽ എക്സ് ആക്സിസ് വരുവാനെ π/2 ഉണ്ടാകും. /2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. അതിനുശേഷം ഇൻപുട്ട് കമാൻഡ് കോപ്പി പേസ്റ്റ് ചെയ്യുക. എനിക്കിപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഇഫ് എക്സ് ലെസ് ദാൻ π/2 എ കോസ് എക്സ് ഇൻറ്റു കെ അവിടെ സ്റ്റാർ ആണ് കൊടുക്കുക, കോമ 1/π കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് ബി ടൈപ്പ് ചെയ്യുന്നുണ്ട്, പറയുന്നത് വ്യക്തമല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിധത്തിൽ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ചോദ്യത്തിലൊരിതുണ്ട്, അറ്റ് പൈയിൽ ലിമിറ്റിൻ്റെ വാല്യൂ 4 ആയിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് എന്താക്കിയാൽ മതി, ഒന്ന് കോയിൻസൈഡ് ചെയ്യിച്ചാൽ മതിയാവും. ഓക്കെ, നമുക്ക് 4ൽ അതൊക്കെ ചെയ്യിക്കാൻ പറ്റില്ല, ഗ്രാഫിനൊരു പോരായ്മയുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യം എക്സ് ഈക്വൽ ടു പൈയിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാറ്റി കൊടുക്കാമെന്നേ ഉള്ളൂ. 2 ഇതും ആ വലിയ വേവ് പോലത്തെ ഗ്രാഫ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വരുത്താനില്ല. അതൊരു പോയിന്റ് ഫിക്സ്ഡ് ആണ്. ആകെ മാറ്റാൻ പറ്റുന്ന ആ സ്ട്രേറ്റ് ലൈനുള്ള ഗ്രാഫാണ്. അപ്പോൾ അത് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു വാല്യൂ എത്തുമ്പോഴേക്കും അത് കോയിൻസൈഡ് ചെയ്യും ആ വാല്യൂ. ഓക്കെ, അത് എത്രയാണോ വരുന്നത്, ചിലപ്പോൾ ഡെസിമലൊക്കെ ആയിരിക്കും, അത് കുഴപ്പമില്ല. അപ്പോൾ അത് കൊടുക്കുക.